നിന്റെ വിഷമം കണ്ടിട്ട് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ടെന്ന് നീ ഒന്ന് പറയാതെ. നീ എന്താ ഒരു അക്ഷരം മിണ്ടാതിരിക്കുന്നത്? അല്ലെങ്കിൽ നീ എന്റെ നെഞ്ചത്ത് കയറുന്നതാണല്ലോ. നീ പറ. നിനക്ക് പറയാൻ പറ്റില്ല ഞാൻ ലൈവ് വന്നത്. നീ പറ. നീ സംസാരിക്കും. നീയാണ് സംസാരിക്കേണ്ടത്. ഞാൻ ലൈവ് വന്നതിന്റെ കാരണം നീ സംസാരിക്കാൻ വേണ്ടിട്ടാ. അല്ലാതെ പിന്നെ നമുക്കൊക്കെ ക്ഷമിക്കുന്നതിനൊക്കെ കുറെ പരിധിയില്ലേ? കുറെ എവിടെ കിടക്കുന്ന കുറെ ആലവലാതി ഇവളുമാർ ആരാണ് നമ്മുടെ കുടുംബത്തെ പറ്റി സംസാരിക്കാൻ? നീ അങ്ങോട്ട് പറ. ഈ ലോകത്തുള്ള കുടുംബങ്ങളെല്ലാം നശിച്ചില്ലാതായി കാണാമെന്ന് ആഗ്രഹിക്കുന്ന ഈ ഏപ്പരാജി പട്ടികളെ ലോകം തിരിച്ചറിയണ്ടേ? നീ പറ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആൻഡ് ഓൾസോ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മാരാറിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇപ്പം ഭയങ്കര എല്ലാവരും തന്നെ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈവൻ നമ്മളും എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മാരാർ ഇപ്പോൾ ഒരു എക്സ്പ്ലനേഷൻസും ഒക്കെ ആയിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഫാമിലിയും കുട്ടികളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു ലൈവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ലൈവ് ഒന്ന് കണ്ടിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് ഞാൻ പറയാം. നിങ്ങൾ വിമർശിക്കുമ്പോഴും ആ വിമർശനത്തിന് എന്തെങ്കിലും രീതിയിൽ ഒരു ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ, അതായത് ഒരാളൊരു തെറ്റ് ചെയ്തതിനെ തുടർന്ന് ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിമർശിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് തിരുത്താൻ കഴിയുന്നതാണ്. തിരുത്താൻ ഞാൻ ശ്രമിക്കുന്നതുമാണ്. അത് ഞാൻ ചെയ്തത് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷേ പതിയെ ആഘോഷത്തിന് വേണ്ടി, അതായത് കണ്ടന്റിന്റെ റീച്ചിന് വേണ്ടിയിട്ട് എന്തും കാണിക്കുന്ന ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിലുണ്ട്. ഈ വിഭാഗം നേരത്തെ റീച്ചിന് വേണ്ടി കാണിച്ചുകൊണ്ടിരുന്ന തുണിയടിച്ചിട്ടുള്ള ആട്ടലായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി നേരെ ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോ പോലും 1.5-2 മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. അതിൽ പല ആൾക്കാരും പറയുന്നു പ്രസവത്തെ എൻജോയ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അത്ര കോമൺ സെൻസ് ഇല്ലാത്ത ഒരാളെന്നാണോ നിങ്ങൾ എന്നെക്കുറിച്ച് ധരിച്ചിരിക്കുന്നത്? പ്രസവം വേദന ഇല്ല എന്നും അല്ലെങ്കിൽ അത് വേദന ഉള്ളതാണെന്നും ലോകത്താരെങ്കിലും അതിനകത്തൊരു അഭിപ്രായം പറയേണ്ട കാര്യമുണ്ടോ? അതൊരു വേദന നിറഞ്ഞ പ്രോസസ്സാണെന്ന് ലോകത്തുള്ള എല്ലാവർക്കും അറിയാമെന്നും ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങളുടെ വ്യാഖ്യാനം ചമച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞാലും നിങ്ങളത് മനസ്സിലാക്കാതെയാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസവം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ അല്ല എന്നും അമ്മ എന്ന് പറയുന്ന മാതൃത്വത്തിൻ്റെ മൂല്യത്തെയാണ് ഞാൻ സന്തോഷപൂർവ്വം പെൺകുട്ടികൾ ചെയ്തുകൊണ്ടിരുന്നത്, സ്ത്രീകൾ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കാതെ വീണ്ടും വന്നിരുന്നിട്ട് ഒരേ കാര്യം എൻ്റെ അടുത്ത് ആവർത്തിക്കുകയാണ്. ഞാൻ ആ വിഷയത്തിൽ മറുപടി പറയാനല്ല. ഇപ്പോൾ പുതിയൊരു സൂക്കേട് തുടങ്ങിയിരിക്കുന്നത് ലക്ഷ്മി, ഇതിനു മുമ്പ് ഞാനും ലക്ഷ്മിയും കൂടെ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂകൾ അടർത്തിയെടുത്തിട്ട് നീ അങ്ങ് ഇവിടെ കിടന്ന് നരകിക്കുകയാണെന്നാണ്. കുടുംബമില്ലാത്ത, ഭർത്താക്കന്മാരെ റെസ്പെക്ട് ചെയ്യാത്ത, അച്ഛനെ അമ്മയെ റെസ്പെക്ട് ചെയ്യാത്ത, സ്വന്തം ജീവിതം മാത്രം നോക്കി ജീവിക്കുന്ന സോഷ്യൽ മീഡിയയിലെ കുറെ തെണ്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മക്കളെ എൻ്റെ മക്കളും പറയും, എൻ്റെ ഭാര്യയും പറയും. ഞാൻ എന്തിനാണ് ഇവരെ ലൈവ് വിളിച്ചിരുത്തിയെന്ന് പോലും ആക്ച്വലി ഇവർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ പറ, എൻ്റെ മക്കൾ പറ, അച്ഛൻ എങ്ങനാന്ന് പറ. അച്ഛൻ ലക്ഷ്മിയെ വഴക്ക് പറയാറുണ്ടോ? ഇല്ല. നീ ആണോ പറയേണ്ടത്? ഞാൻ പൊന്നിനോടോ ചോദിച്ചത്. എൻ്റെ മക്കൾ പറ, അച്ഛൻ വഴക്ക് പറയാം. അവരാരാ? നീ എങ്ങനാടി വീട്ടില് പറ. നീ സത്യം പറ, നാട്ടുകാർ അറിയട്ടെ. ആരോടാ പറയുന്നത്? നീ അവരോടൊക്കെ പറഞ്ഞാൽ മതി. പറയുന്ന ഏതെങ്കിലുമൊക്കെ ആൾക്കാർ എടുത്ത് കണ്ടോളൂ. പറഞ്ഞോ. എന്തൊക്കെ പറഞ്ഞാലും ഇതിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു മൂലയാറ്റം ഇനി പിടിച്ചെടുക്കും. അതുകൊണ്ട് ഞാനിത് പറഞ്ഞത്, എൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ അറിയിക്കുന്ന സമയം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സഹായം അവർക്ക് ചെയ്തു കൊടുക്കണം. അതല്ലാത്തടത്തോളം എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളെയോ വെച്ച് നീയൊക്കെ കണ്ടന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവരുടെ പേരിൽ നിനക്കൊക്കെ എതിരെ കേസ് കൊടുക്കും. 100%. കാര്യം ഒരു പെൺകുട്ടിയെ, ഒരു സ്ത്രീയെ നിങ്ങൾ ആക്ഷേപിക്കത്തക്ക ലക്ഷ്യത്തോടു കൂടിയിട്ട്, എനിക്കെതിരെ രാഷ്ട്രീയം കളിക്കത്തക്ക ലക്ഷ്യത്തോടു കൂടിയിട്ട് ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരുത്തി എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളുടെയോ പേരിൽ അവർക്ക് ഒരു തരിമ്പ് വിഷമം ഉണ്ടാക്കുന്ന ഒരു പണി ചെയ്തു കഴിഞ്ഞാൽ, അതിൻ്റെ പേരിൽ ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റിൽ എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളോ അവർക്കൊരു വിഷമം തോന്നുന്നെന്ന് ഞാൻ കണ്ടാൽ 100% അവരെ വെച്ച് പരാതി കൊടുക്കും. ഈ കുട്ടികളുടെ പേരിൽ പരാതി കൊടുക്കും. ഒരു സംശയം വേണ്ട. എന്നെ നിങ്ങൾക്ക് ആക്ഷേപിക്കാം, എന്നെ നിങ്ങൾക്ക് വിമർശിക്കാം, നിങ്ങൾക്ക് എനിക്കെതിരെ എന്ത് മര്യാദകളും കാണിക്കാം. ഒരു പ്രശ്നമുള്ള കാര്യമില്ല. സന്തോഷപൂർവ്വം നിങ്ങളെയൊക്കെ നമ്മൾ സ്വീകരിക്കും. പകരം എനിക്കെതിരെ തെറി വിളിക്കാൻ നടക്കുന്ന കുറേ തീവ്രവാദികളുണ്ട്, എന്നെ രാഷ്ട്രീയമായിട്ട് ആക്രമിക്കാൻ നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നിങ്ങൾ രാഷ്ട്രീയമായിട്ട് ആക്രമിച്ചോളൂ, മതപരമായി ആക്രമിച്ചോളൂ. ഇതൊന്നും വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു പ്രശ്നമുള്ള കാര്യമല്ല. മറിച്ച് ലക്ഷ്മി പല ഇന്റർവ്യൂകളും ബിഗ് ബോസിന് മുൻപ് കൊടുത്തിട്ടുണ്ട്. ഞാനും ഇവളും തമ്മിൽ പല പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങളെ പോലെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബത്തെ
എൻ്റെ അറിവിലോ എൻ്റെ കാഴ്ചയിലോ ഒരു പക്ഷേ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. അതെൻ്റെ മക്കളെടുത്ത് ചോദിച്ചാൽ അവർ പറയും എപ്പോഴെങ്കിലും. അറിയാവുന്ന എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സഹിച്ചും ഇതൊക്കെ കഴിയുന്ന നിങ്ങൾ പറയുന്നത് പോലെ കഴിയണമെന്ന് എനിക്കില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്നേ ഞാൻ പോയത്. ഇത് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാമിലിയും ഫിനാൻഷ്യലി ആയാലും മെന്റലി ആയാലും വളരെ സ്ട്രോങ് ഒരു ഫാമിലിയാണ് എനിക്കുള്ളത്. എന്ത് സഹിച്ച് ഇപ്പൊ നിങ്ങൾ ഈ ഓരോരുത്തർ ഈ വീഡിയോസിലൊക്കെ പറയുന്ന പോലെ സഹിച്ച് അല്ലെങ്കിൽ അയ്യോ പാവത്തെ പോലൊന്നും ഞാൻ അങ്ങനെ കഴിയത്തുമില്ല. എനിക്കങ്ങനെ കഴിയേണ്ട ഒരു സിറ്റുവേഷൻസ് എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുമില്ല. കുറെ എണ്ണം കുറെ നാളുകൊണ്ട് തുടങ്ങിയതാണ്. മറ്റേ ചിലപ്പോ ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കാണുന്നതാവാം. നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അമ്മയെ ട്രീറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതോ ഒക്കെ നിങ്ങൾ കണ്ട് ആ ഒരു വിഷമത്തോടെ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ എന്നെ ഇങ്ങനെ കാണുന്നത്. പക്ഷെ ഞാനായിട്ട് നിങ്ങളോട് പറയുക, അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ എൻ്റെ ലൈഫിലുണ്ടായി എന്നേ ഞാൻ പോയേനെ. ഞാൻ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ ക്ഷമിച്ചോ ഒരു കഴിയുന്ന ഒരാളാണ്. അതെന്റെ മക്കൾക്കറിയാം. ഇവിടെ ഞാനുമായിട്ട് സഹിക്കുന്ന എന്റെ മക്കളെ ഈ എപ്പിയുടെ സ്വഭാവം എങ്ങനെ മക്കളെ പറ. എവരാ ഓടി വരുന്നത് അച്ഛാ ഓടിക്കോ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞോണ്ട് ഓടി വരുന്നത്. എപ്പി പറയുന്ന എന്തെങ്കിലും കാര്യം അച്ഛൻ ചെയ്തു കൊടുക്കാതിരുന്നിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ 10 ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് ഇച്ചിരി കാരണം എവിടെന്നെങ്കിലും വീട്ടുകളിൽ കരിയേപ്പില ഉണ്ടെങ്കിൽ കൊണ്ടുവരണെന്ന് പറഞ്ഞപ്പോ ഒരു എനിക്ക് കരിയേപ്പ് മൊത്തം ഓടിച്ചോണ്ട്. കറിവേപ്പിലയുടെ കാര്യം പറയാനല്ലേ അല്ല എന്ത് പറഞ്ഞാലും തങ്കു വരുന്ന കമന്റ് വായിക്കുക. നമുക്ക് അത് കുഴപ്പമില്ല മക്കളെ. നമ്മളെ പറമ്പിൽ വന്ന് പട്ടികൾ തൂറി വെക്കാറില്ലേ? അതേ കണക്ക് കുറെ ആൾക്കാർ നമ്മളതങ്ങ് കോരി കളഞ്ഞിട്ട് അവന്മാരോട് ചന്തി എഴുതിട്ട് പോകാൻ പറഞ്ഞാൽ മതി. അതുകൊണ്ട് അതൊന്നും മൈൻഡ് ചെയ്യണ്ട. തങ്കു ഇങ്ങനെ നോക്കുക. മക്കളെ നിങ്ങൾ മെനഞ്ഞാന്ന് ഏത് സിനിമയാണ് കാണാൻ പോയത്? വാഴ 2 കണ്ടോ? എത്ര മണിക്ക് ആരൊക്കെയാ കാണാൻ പോയത് വാഴ 2? ആരൊക്കെയാന്ന് പറ. ഞാനും എപ്പിയും തങ്കു മുത്തു. അച്ഛൻ വന്നോ? ഇല്ല. മക്കള് എത്ര മണിക്കാ പോയിട്ട് തിരിച്ചു വന്നേ? 11 രാവിലെയോ രാത്രിയിലോ? രാത്രി. മെനഞ്ഞാന്നിന്റെ തലേന്നാന്ന് തോന്നുന്നു. വാഴ 2 ഇവർ ഒരുമിച്ചാണ് കാണാൻ പോയത്. അങ്ങനെ ഭാര്യയും മക്കളെയും വീട്ടിനകത്ത് തളച്ചിടുന്ന ഒരുത്തനാണെന്നുണ്ടെങ്കിൽ പാതിരാത്രിയിൽ എൻ്റെ ഭാര്യയ്ക്ക് 11 മണിക്ക് പോയിട്ട് വരാൻ പറ്റുമോ? എടി നീ സ്വന്തമായിട്ട് വാഹനത്തിൽ അല്ലേ ഈ എറണാകുളത്ത് നടക്കുന്നത്? ഞാൻ മിനി കൂപ്പർ വാഹനം മേടിച്ചത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? നീ പണ്ടുള്ള സ്വർണം വിറ്റതിന്റെ പേരിൽ ഇവക്ക് വേണ്ടതിലധികം സ്വർണം മേടിച്ചു കൊടുത്ത ഭർത്താവാണ് ഞാൻ. ഇവക്ക് അല്ല ഞാൻ ചോദിച്ചത് അല്ല ഇവർക്ക് അല്ല ഈ സമൂഹത്തില് കുടുംബം കലക്കാൻ നടക്കുന്ന ഈ നാറികള് ഒന്ന് ചുമ്മാ അറിയട്ടെ എന്താണ് കുടുംബം, എന്താണ് ആ കുടുംബത്തിന്റെ മൂല്യം, അല്ലെങ്കിൽ എങ്ങനെയാണ് സന്തോഷത്തോടെ ജീവിക്കുക. ഞാൻ പോലും എന്തടിസ്ഥാനത്തിലാണ് ഈ കഴിഞ്ഞ ഒരു ദിവസത്തെ സ്റ്റേറ്റ്മെന്റ് നടത്തിയത്? കുടുംബങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലൂടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു കുടുംബം എന്ന് പറയുന്നത്, സൃഷ്ടി എന്ന് പറയുന്നതിന്റെ ഒരു മൂല്യം. നിനക്ക് എത്ര പിള്ളേരെ വേണമെന്നായിരുന്നു നിന്റെ ആഗ്രഹം? ഇവക്ക് 5 മക്കളെ വേണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ്. 5 മക്കളെ വേണമെന്ന് അവൾ ആഗ്രഹിച്ചത് ഞാൻ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ചില വീടുകളിൽ പെണ്ണുങ്ങളെ പിടിച്ചിട്ട് ഭർത്താക്കന്മാർ ഗർഭിണിയാക്കുന്ന പരിപാടിയിലുണ്ട്. ഇന്ന് രാവിലെ നീ എന്താ പറഞ്ഞ പോയി കെട്ടടിക്കണമെന്നല്ലേ പറഞ്ഞത്? ഇന്ന് രാവിലെ അവൾ പറഞ്ഞത് അവളുടെ ഇത് ഈ എന്താ ട്യൂബാടി ഫിലോപ്പിയൻ ട്യൂബ് എന്തായാലും മാങ്ങാത്തൊലിയല്ല ട്യൂബ് കെട്ടിയിട്ടുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇവരെന്ത് പറഞ്ഞാലും ഇതിപ്പോ ഈ ട്യൂബ് അടിക്കാത്തതിനോ അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു കുഞ്ഞിനെ. അപ്പോൾ എന്തായാലും നിങ്ങൾ കേട്ടല്ലോ ഗൈസ്. ഞാൻ അതായത് നമ്മൾ മനുഷ്യർക്ക് എല്ലാ മനുഷ്യർക്കും ഒരിക്കലും എന്താ പറയുക, ഇപ്പം ഈവൻ ഞാനാണെങ്കിൽ പോലും ശരി മാത്രം സംസാരിക്കുന്ന ഒരാളല്ല. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്നോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്നോ അല്ലെങ്കിൽ ഈ ലോകത്തുള്ള മനുഷ്യർ പറയുന്ന, അതായത് നമ്മൾ എല്ലാ മനുഷ്യർക്കും എന്താ പറയുക തെറ്റുകൾ പറ്റും. അപ്പോൾ എല്ലാവരും തന്നെ എപ്പോഴും ശരി മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊന്നുമല്ല. പക്ഷേ തെറ്റ് പറ്റിയാൽ നമ്മൾ തെറ്റാണ് പറ്റിയത്, ഓക്കെ, അത് നമ്മൾ എന്താ പറയുക അംഗീകരിക്കണം. പക്ഷേ ഇവിടെ ഇതുവരേക്കും മാരാറ് പറഞ്ഞത് എന്താണെന്നോ അല്ലെങ്കിൽ പുള്ളി എന്തുകൊണ്ടാണ് പുള്ളീനെ ഇത്രയും അധികം ആൾക്കാരും ആക്ഷേപിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ബട്ട് നിങ്ങൾ അങ്ങനെയാണ് മനസ്സിലാക്കിയെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ
നിങ്ങൾ അങ്ങനെയാണ് മനസ്സിലാക്കിയത്, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. പക്ഷേ ആ ഒരു വീഡിയോയിൽ ആ ഒരു ക്ലിപ്പ് എടുത്ത് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാവും പുള്ളി ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു മാതൃത്വത്തിൻ്റെ സന്തോഷമാണെന്നാണ് പറയുന്നത്. പക്ഷേ ആ ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാവും മാതൃത്വത്തിൻ്റെ സന്തോഷത്തെക്കുറിച്ചല്ല പുള്ളി പറയുന്നത്. ഭയങ്കര ആക്റ്റീവായിട്ട് ഭയങ്കര എന്താ പറയുക, പ്രസവം എന്ന് പറയുന്നത് ഒരു അസുഖമല്ല, ആക്ച്വലി അതൊരു അസുഖമല്ല. പക്ഷേ പ്രസവം എന്ന് പറയുന്നത് മറ്റേ അത്രയും അധികം സന്തോഷിക്കുന്ന അല്ലെങ്കിൽ ഒരു എൻജോയ്മെൻറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് എല്ലാ ആൾക്കാരും റിയാക്ട് ചെയ്തത്. ഇവിടെ ഇത്രയും അധികം ആൾക്കാരുണ്ട്, പക്ഷേ മാരാറിനെ മാത്രം എല്ലാവരും എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്തുകൊണ്ട് എപ്പോഴും കളിയാക്കുന്നു അല്ലെങ്കിൽ എപ്പോഴും ഇതുപോലെ റിയാക്ഷൻ ചെയ്യുന്നു? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ്, പുള്ളി പറയുന്ന കാര്യങ്ങളിലാണ്. അറ്റ്ലീസ്റ്റ് നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ചതൊരു ബോധത്തോടെ അതിനുശേഷം മാരാർ വന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ്, അപ്പം അവിടെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. യെസ്, ഓഫ് കോഴ്സ് ഞങ്ങളുടെ അടുത്തും ഒരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൽ മിക്കവാറും സ്ത്രീകൾ പ്രസവിക്കാറില്ല, കൂടുതലും സിസേറിയനും ഒക്കെയാണ്. അപ്പോൾ പിന്നെ ആ ഹോസ്പിറ്റലിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ എങ്കിൽ കുറേ പറയുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് പറയുക. ഇപ്പോൾ ഈ ഒരു ലൈവിലാണെങ്കിൽ പോലും ആ കുട്ടികളെ ഇരുത്തിക്കൊണ്ട് പുള്ളി എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, കുട്ടികളുടെ മുന്നിൽ വെച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ? തെറി വിളിക്കുന്നുണ്ട്, തെറിയായുടെ ഒരു രീതിക്ക് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫലോപ്പിയൻ ട്യൂപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആൻഡ് പറയണ്ട എന്നുള്ളതല്ല, പക്ഷേ എങ്കിൽ കൂടിയും ഒരു നമ്മളെ സ്വന്തം കുട്ടികൾ ഇരിക്കുന്നു. സോ അതുകൊണ്ട് നമ്മൾക്ക് കുറച്ച് മാന്യമായി സംസാരിക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ. ഒരിക്കലും മാരാറ് മാത്രമല്ല, പുള്ളി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് പറയാമെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയാൻ പുള്ളി ഈ വീഡിയോയിൽ തന്നെ ഈ ലൈവിൽ തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഒരു തീരുമാനമേ ഉള്ളെങ്കിൽ അല്ലെങ്കിൽ എനിക്കൊരു സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസിൽ ഞാൻ പോകുന്നതിലും ഭേദം മറ്റേ ലുലുമോളുടെ ഫ്രണ്ടിൽ വന്ന് തുണി നോക്കി നിൽക്കുന്നതല്ലേന്ന്. ആ പറഞ്ഞൊരാളാണ് പിന്നീട് ബിഗ് ബോസിൽ പോയി അവിടെ പോയി മത്സരിക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്തത്. അപ്പോൾ അതും ഇതുമായിട്ട് പറയുന്നത് നമുക്കെന്താണ്, നമ്മൾ ഇന്ന് പറയുമ്പോൾ അതവിടെ കിടക്കും. സോഷ്യൽ മീഡിയയിൽ പറയുന്നൊരു കാര്യമാണ്, നമ്മൾ പറയുന്നൊരു കാര്യം അവിടെ സോഷ്യൽ മീഡിയയിൽ കിടക്കും, അത് റെക്കോർഡാവും. സോ ഫ്യൂച്ചറിൽ അതെന്തായാലും നമ്മളൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ അത് കുത്തിപ്പൊക്കി വരും. സോ അത് മനസ്സിൽ വെക്കുക. ആൻഡ് മാരാറിൻ്റെ ഫാമിലീനെ മാത്രം എന്തുകൊണ്ട് എല്ലാവരും റിയാക്ട് ചെയ്യുന്നു? ഇവിടെ ഇത്രയധികം ആൾക്കാരുണ്ട്, അവരെ ആരും ഒന്നും ഇത്രയും പറയുന്നില്ല. ബിക്കോസ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് പറയുക, അല്ലെങ്കിൽ അത് മനസ്സിലാവുന്ന രീതിയിൽ പറയുക. ഈവൻ നമുക്കൊരു തെറ്റ് പറ്റിപ്പോയാൽ അത് അംഗീകരിക്കാൻ പഠിക്കുക. അതാണ് എല്ലാ മനുഷ്യർക്കും ആദ്യമായിട്ട് നമുക്കൊരു തെറ്റ് പറ്റിയാൽ നമ്മളത് അംഗീകരിക്കുക. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അത് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതലായിട്ടും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കൊരു തെറ്റ് പറ്റിയാൽ ഓക്കെ, ദാറ്റ്സ് ഫൈൻ, പക്ഷേ അത് മനസ്സിലാക്കി മുന്നോട്ട് ആ തെറ്റുകൾ പറ്റാതെ പോകുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ലൈവിൽ സംസാരിക്കുമ്പോൾ പോലും പുള്ളി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഇതിൽ ഞാൻ അങ്ങനെ പറഞ്ഞതാണ്, അത് ശരിയായില്ല എന്നുള്ളത് പുള്ളി ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല. ഇപ്പോഴും പുള്ളി വന്നിട്ട് എൻ്റെ ഭാര്യയെ ഞാൻ അങ്ങനെ നോക്കുന്നു, എൻ്റെ മക്കളെ ഞാൻ ഇങ്ങനെ നോക്കുന്നു, ഞാൻ അങ്ങനെയുള്ള ആളാണ്, ഇങ്ങനെയുള്ള ആളാണ് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ എന്താ പറയുക, അപ്പം സ്വയം ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ എനിക്കിനി ഈ ഒരു വീഡിയോ അവസാനിക്കുമ്പോഴും എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, ആർക്കും തെറ്റുപറ്റാം, പക്ഷേ അത് നമ്മൾ അംഗീകരിക്കാൻ പഠിക്കുക, അത്രയേ ഉള്ളൂ. സോ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം. അതുവരേക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.